അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് മനാഫ്, മാറഞ്ചേരിക്കടുത്ത് പുറങ്ങ് സ്വദേശം. ഇസ്ലാമിക പിന്തുടർച്ചാവകാശ നിയമത്തിൽ പിതാവ് ജീവിച്ചിരിക്കെ പുത്രൻ മരണപ്പെട്ടാൽ പുത്രന്റെ കുഞ്ഞുങ്ങൾക്ക് അനന്തരാവകാശ സ്വത്തിൽ അവകാശമില്ല എന്ന് പറയുന്നുണ്ട്. അത് ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇസ്ലാം കാണിക്കുന്ന അനീതിയല്ലേ? ഒന്ന് വിശദീകരിക്കണം. ഉപ്പാപ്പാന്റെ സ്വത്തിൽ പേരക്കുട്ടികൾക്ക് അവകാശം നൽകാത്തത് ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇസ്ലാം കാണിക്കുന്ന അനീതിയല്ലേ എന്നാണ് ചോദ്യം. അല്ല എന്നാണ് ഉത്തരം. ഇസ്ലാം ആരോടും അനീതി കാണിച്ചിട്ടില്ല. ഇവിടെ നിയമത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നേരത്തെ സഹോദരി ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നീതി എന്ന് പറഞ്ഞാൽ, നിയമം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു രീതിശാസ്ത്രമുണ്ട്. അതനുസരിച്ച് മാത്രമേ നിയമത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. വൈകാരികതകൾക്ക് നിയമത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. ഉദാഹരണം നിങ്ങൾ നോക്കുക. നിയമത്തിലൂടെ നമുക്കൊരിക്കലും തന്നെ വൈകാരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധ്യമല്ല. ഇപ്പൊ ഒരു വലിയ ബിസിനസ്സുകാരനായ ഒരു പിതാവ്, അദ്ദേഹത്തിന് 3 കുട്ടികളാണുള്ളത്. മൂത്ത മകൻ പിതാവിന്റെ ഒപ്പം ബിസിനസ് നടത്തി തുടങ്ങി. അതിൽ നിന്ന് ബിസിനസ് പഠിച്ചു. ഇപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്നു. അയാള് പിതാവിന്റെ ഇരട്ടി ടേൺ ഓവർ ഉള്ള ഒരു ബിസിനസ്മാൻ. രണ്ടാമത്തെ മോൻ വാപ്പ പഠിപ്പിച്ചു, അയാൾ ഡോക്ടറായി, ഒരു ന്യൂറോളജിസ്റ്റായി, ഇപ്പോൾ നല്ല എമൗണ്ട് വരുമാനമുള്ള മോൻ. മൂന്നാമത്തെ മോൻ, അയാൾ പ്രീ ഡിഗ്രി കഴിയുന്ന സമയത്ത് വാപ്പ മരിച്ചത്. വാപ്പാന്റെ സ്വത്തുണ്ട്. ഈ സ്വത്ത് എങ്ങനെ വീതിക്കണം? നമ്മൾ വൈകാരികത പറയും, എന്ത് മൂന്നാമത്തെ മോനക്ക് കൂടുതൽ കൊടുക്കണം. 2 മക്കളും വാപ്പാന്റെ സ്വത്ത് ഉപയോഗിച്ച് പഠിച്ച് ഉഷാറായി സ്വന്തം കാലിൽ നിൽക്കാനായി. മൂന്നാമത്തെ മോനക്ക് ഒന്നുമില്ല. ഈ സമയത്ത് വാപ്പാന്റെ അടുത്തുള്ള ആകെയുള്ള 10 ലക്ഷം 3ആയിട്ട് വിധിച്ചിട്ട് ഈ പാവത്തിന് ആകെ 3 ലക്ഷം കിട്ടുന്ന ഒരു കോലം സങ്കടകരാണ്. പക്ഷേ നിയമത്തിന്റെ രീതിശാസ്ത്രം ഉപയോഗിച്ച് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിയമത്തിന്റെ ഒരു രീതിശാസ്ത്രമുണ്ട്. അതിന് വൈകാരികതകളുടെ തലത്തിൽ സ്ഥാനമില്ല. എന്നാൽ നിയമത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ ധാർമ്മികത ഉപയോഗിച്ച് ഇസ്ലാം പരിഹാരം കണ്ടെത്തുന്നുണ്ട്. എന്തുകൊണ്ട് പേരക്കുട്ടികൾക്ക് സ്വത്ത് നിയമം മൂലം കൊടുക്കാൻ കഴിയില്ല? നിങ്ങൾ പരിശോധിക്കണം, കൃത്യമായി മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്തിനെതിരെ ഉള്ള വലിയ ആരോപണങ്ങളിൽ ഒന്നാണിത്. എന്തുകൊണ്ട് കഴിയില്ല? ഒരു പിതാവിന്, എനിക്ക് ഇത് അനന്തരാവകാശം ആയതുകൊണ്ട് തന്നെ ഒരു ബോർഡും ചോക്കെല്ലാം ഉണ്ടെങ്കിലാണ് വരച്ച് കാണിച്ച് മനസ്സിലാക്കി തരാൻ കഴിയുള്ളൂ. വളരെ കഴിയുന്ന രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ആ 2 മക്കൾക്കും 3 മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. ഈ ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ ഒരു മോൻ മരിച്ചു എന്നാണ്. ഒരു മോൻ മരിച്ചു. ഇങ്ങനെ മരിച്ചാൽ പേരക്കുട്ടികൾക്ക്, ആ മക്കൾക്ക് പിന്നീട് ഞാൻ മരണപ്പെടുമ്പോ നേർക്ക് നേരെ സ്വത്തവകാശം പോവുകയില്ല. എന്തുകൊണ്ടാണത്? അവർക്ക് നേർക്ക് നേരെ സ്വത്തവകാശം പോകണമെങ്കിൽ എന്ത് വേണം? എന്റെ മകൻ ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിക്കണം. എന്നിട്ട് ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ സ്വത്ത്, ഞാൻ മരിക്കുന്ന സമയത്ത് മാത്രമേ മറ്റുള്ളവർക്ക് അവകാശം പോവുള്ളൂ. എന്റെ മകൻ ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിക്കണം. എന്നിട്ട് എന്റെ മകന് എത്ര ലഭിക്കുമായിരുന്നു അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നോക്കണം. എന്നിട്ട് അത് ഇവർക്ക് 3 ആക്കും വീതിച്ചു കൊടുക്കണം. ഇതാണ് പ്രായോഗികമായ ഒരു പരിഹാരമായി നിർദ്ദേശിക്കാറുള്ളത്. നിയമത്തിന് ഒരു വഴിയിലൂടെ മാത്രം നടക്കാൻ കഴിയില്ല. മക്കളുടെ അവകാശം ഇങ്ങനെയാണെങ്കിൽ എല്ലാ അവകാശികളും ഈ രൂപത്തിൽ തന്നെ പരിഗണിക്കേണ്ടി വരും. ഞാൻ മരണപ്പെടുന്ന സമയത്ത് എന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ പിതാവിന് എന്റെ സ്വത്തിൽ അവകാശമുണ്ട്. പക്ഷെ എന്റെ പിതാവ് ഒരുപാട് മുമ്പേ മരണപ്പെട്ടു പോയി എങ്കിൽ ഈ നിയമത്തിന് ഇതേ ചെയിനിൽ അവിടെയും പ്രാതിനിധ്യം നടപ്പാക്കേണ്ടി വരും. എന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്ര സ്വത്ത് കിട്ടുമോ അത് ഉപ്പാന്റെ അവകാശികൾക്ക് കൊടുക്കേണ്ടി വരും. എന്റെ സ്വത്തിൽ എന്റെ ഭാര്യക്ക് അവകാശമുണ്ട്. എത്രയോ മുമ്പ് എന്റെ ഒരു ഭാര്യ മരണപ്പെട്ടു പോയി. അവർക്ക് എത്ര അവകാശമുണ്ടോ അത് ഞാൻ എത്ര കാലം കഴിഞ്ഞ് മരിക്കുകയാണെങ്കിലും അത് കണക്ക് കൂട്ടി അവരുടെ അവകാശികൾക്ക് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ നോക്കുമ്പോ വലിയൊരു സ്വത്തുണ്ടെങ്കിലും അത് വീതിക്കാൻ വേണ്ടി ഇതേപോലുള്ളൊരു വലിയൊരു സമ്മേളനം വിളിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകും.
ആ സ്വത്ത് വീതിക്കുവാൻ ഒരിക്കലും സാധ്യമല്ലാത്ത അവസ്ഥ ഉണ്ടാകും. എത്ര സ്വത്തുള്ള ആൾക്കാണെങ്കിലും അനന്തരാവകാശികൾക്ക് ലഭിക്കുന്നത് വളരെ ചെറിയ തുച്ഛമായ ഒരു അവസ്ഥയായി ഒരു എമൗണ്ടായി മാറും. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ കേവലമായ ചട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പേരക്കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. അവിടെയാണ് ഇസ്ലാം ധാർമ്മികതയെ എടുത്തുന്നയിക്കുന്നത്. അതെങ്ങനെയാണ്? എന്റെ മകൻ മരിക്കുന്നതോടുകൂടി എന്റെ പേരക്കുട്ടികളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം എന്റേതാണ്, മറ്റാർക്കുമല്ല ഉത്തരവാദിത്തമുള്ളത്. എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ പേരക്കുട്ടികളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം. എന്റെ കീഴിലാണ് എന്റെ മകന്റെ മക്കൾ ഇപ്പോൾ ജീവിക്കുന്നത്. എനിക്കാണ് മറ്റാരേക്കാളും എന്റെ പേരക്കുട്ടികളുടെ പ്രയാസം അറിയാൻ കഴിയുക. അതുകൊണ്ട് പടച്ചോൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വസിയ്യത്ത് ചെയ്യണം. നിങ്ങളുടെ സ്വത്തിന്റെ 1/3 വരെ നിങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യാം. വസിയ്യത്തിന് അർഹരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ വസിയ്യത്ത് ചെയ്യാതെ ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ പാടില്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. അപ്പോ ഈ വസിയ്യത്ത് വഴി എന്റെ പേരക്കുട്ടികൾക്ക് എന്റെ സ്വത്തിൽ അംശം നൽകാം. വസിയ്യത്തല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പേരക്കുട്ടികൾ എന്റെ മരണത്തിന് ശേഷം അനാഥമായി പോകും എന്നൊരവസ്ഥാ വിശേഷമുണ്ടെങ്കിൽ എന്റെ സ്വത്തിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവർക്ക് ഇഷ്ടദാനം നൽകാം. ഇസ്ലാം അതൊരിക്കലും എതിർത്തിട്ടില്ല. അതേസമയം നിയമത്തിന്റെ ചട്ടങ്ങൾ ഉപയോഗിച്ച് അവർക്ക് നേർക്കുനേരെ സ്വത്ത് ലഭിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഞാൻ പലപ്പോഴും ഇതേപോലുള്ള വേദികളിൽ, പ്രത്യേകിച്ച് അഡ്വക്കറ്റുമാർ മാത്രം പങ്കെടുത്തിട്ടുള്ള ചില വേദികളിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോ ഞാൻ അവരോട് തുറന്നു വെല്ലുവിളിച്ചൊരു കാര്യമുണ്ട്. ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളുടെ അടിത്തറയിൽ പേരക്കുട്ടിക്ക് സ്വത്ത് കിട്ടുവാൻ വേണ്ട രൂപത്തിലുള്ള ആർട്ടിക്കിൾസും ക്ലോസുകളും ഒന്ന് നിയമത്തിന്റെ രീതിയിൽ ഒന്ന് എഴുതി തയ്യാറാക്കാൻ കഴിയുമോ എന്ന് തീർച്ചയായും സാധ്യമല്ല. നിയമത്തിന്റെ രീതിശാസ്ത്രം ഉപയോഗിച്ച ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ കേവലം ഒരു ലെവലിൽ മാത്രമല്ല ചെയിന് പോകുന്നത്, 2-3 തലത്തിൽ ചെയിന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തലത്തിൽ മാത്രം ഇത്തരം ഒരു ചെയിൻ അറ്റുപോയാൽ അത് പരിഹരിക്കാൻ നിയമത്തിന്റെ രീതി ഉപയോഗിച്ച് സാധ്യമല്ല. അവിടെ ഇസ്ലാം ധാർമ്മികത ഉപയോഗിക്കുന്നു. ആ വല്ലിപ്പാനോട് അയാളോട് പറയുന്നു, നിങ്ങൾ സ്വത്ത് വസിയത്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടദാനം നൽകണം എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അങ്ങനെയാണ് ആ പ്രശ്നം